ഈ സസ്പെൻഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് നിശ്ചയമായിട്ടും കോൺഗ്രസിന് വെക്കാനാവുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം CPM-ൻ്റെയും BJP-യുടെയും നേതാക്കൾ, നേരത്തെ അത് PK കൃഷ്ണദാസ് ചോദിച്ചത് നമ്മൾ കണ്ടു. അതായത് പാർട്ടിക്ക് വേണ്ട, പാർട്ടിക്ക് കുഴപ്പക്കാരനാണ് എന്ന് മനസ്സിലായതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. നിയമസഭാ കക്ഷി അംഗം എന്ന സ്ഥാനം പാർട്ടി എടുത്തു കളഞ്ഞു. നിയമസഭയിലേക്ക് കോൺഗ്രസ്സുകാരനായിട്ട് പോകാനാവുകയില്ല, നിയമസഭയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാട് തന്നെയും സ്വീകരിക്കും കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കും അവരുടെ നിയമസഭാ കക്ഷിക്കും ആവശ്യമില്ലാത്തൊരു നേതാവിനെ എങ്ങനെയാണ് MLA ആയിട്ട് നിലനിർത്താനാവുക എന്ന് വെച്ചാൽ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും നിയമസഭയിലെ ഘടകകക്ഷികളുടെ MLA-മാർക്കും ഒന്നും ആവശ്യമില്ലാത്ത, അവരുടെ കൂടെ ഇരുത്താനാകാത്ത ഒരാളെ ഈ വോട്ടർമാർക്ക് മാത്രമായിട്ട് നൽകുക എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് നിശ്ചയമായിട്ടും കോൺഗ്രസ്സിന് വലിയ മറുപടി പറയേണ്ടതായിട്ട് വരും. ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം, പ്രത്യേകിച്ചും CPM-ഉം BJP-യും ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ എന്ത് മറുപടിയായിരിക്കും കോൺഗ്രസ്സിന് പറയാനുണ്ടാവുക എന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടതാണ്.